വലിയ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുമായി കുടിയന്മാരുടെ ബ്രാൻഡ് അംബാസിഡർ യെസ് ബൈജു ഈസ് കമ്മിങ്. ഇതിന് എവിടെ സാധനം ഇരിക്കുന്നത്? ആപ്പാടെ കൺഫ്യൂഷൻ ആയില്ലേ. ഇവിടെ അല്ലെങ്കിലും ഒരു സാധനം നോക്കി കാണത്തില്ല. അതങ്ങനെ ഉള്ള ചെടിയെല്ലാം കൂടി വളർത്തി ഒരുത്തനെ കാണുന്നുമില്ല. എവിടാ നീ എല്ലായിടത്തും പോണം? ഞാനങ്ങും പോണില്ല. ധൃതിയൊന്നുമില്ല. എനിക്കും ധൃതിയില്ല. പിന്നെ ഇപ്പൊ വേറെ അത്യാവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യമില്ല. എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം. പിന്നെ അവസാനം മുങ്ങിക്കളയില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തന്നിട്ടേ പോകുള്ളൂ. ഉറപ്പാണ്? ഉറപ്പാ. നീ ഇന്നാള് മുങ്ങിയ അതുപോലെ ഇന്ന് ഞാൻ മുങ്ങില്ല. മുങ്ങത്തില്ല. ഒരു ഉപകാരം ചെയ്യാം. പറ. ഈ കാണുന്ന 2 പൊത്തുണ്ട്. 2 പൊത്തുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിലൊന്ന് കൈയിടാം. എന്തിനായിട്ട് വെറുതെ പൊത്തിലൊക്കെ കൈയിടുന്നത്? വെറുതെ ചുമ്മാ ഒന്നും ഇതാ. നീ പിന്നെ ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപകാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചേട്ടന് കൈയിടാൻ പാടില്ല. ചേട്ടന് കൈ ഇടാൻ പാടില്ല. പൊത്തി കൈയിടാൻ എത്ര നാണം എന്താ? പൊത്തില് കൈയിട്ട പ്രശ്നം തീരുവാ. പൊത്തി കൈയിടണം, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് ഇട്ടാ ഇപ്പഴത്തെ പൊത്ത് ഇട്ടോ. ശരി ശരി ഇട്ടോ. വല്ലതും തടയുന്നുണ്ടോ? ഒന്നും തടയുന്നല്ലോ. ഒന്നുമില്ല. ഒന്നും നോക്കിക്കടാ. ഇല്ലെന്ന് ഒന്നുമില്ല. കണ്ട ആ മുട്ട് വരെ അങ്ങോട്ട് കേറ്റണാവേ. അത് കിട്ടി വല്ലതും കിട്ടിയ? ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ. ഒന്ന് ഷോൾഡർ വരെ അങ്ങോട്ട് തരണം. നീ ഷോൾഡറും കൂടി കയറണം. അങ്ങോട്ട് കയറ്റി ഷോൾഡർ വരെ അങ്ങോട്ട് കയറ്റാ. കൈക്ക് നീളമുള്ള നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? നിന്റെ കൈയല്ല, നീ എന്തിനാ പേടിക്കും? ഇല്ല ഒന്നുമില്ല. അല്ലേ ഇങ്ങനെ കറക്റ്റ് ശരിക്കും അങ്ങോട്ട് അപ്പഴാവ്. വല്ലതും തടയുന്നുണ്ടോ? ഒന്നും തടയുന്നില്ല. ഒന്നുമില്ല. തലയിട്ട് വയ്ക്കും. പൊത്തിന്റെ ഉള്ളിൽ തല കയറ്റാൻ പറ്റും. തല കയറത്തില്ലല്ലേ? അത് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ കിട്ടിയ ഒന്നുമില്ല. കൈക്കൊല്ലം ഒരു കുഴപ്പമില്ല. ചെളി മാത്രമേ ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ. അപ്പൊ നീ കൈയിട്ടതിന്റെ അപ്പുറത്തെ പൊത്തിലാ മോനെ സാധനം ഇരിക്കുന്നത്. എന്നാ പിന്നെ ഇത് നേരത്തെ പറയാൻ പാടില്ല. ഞാൻ എടുത്തു തരില്ലേ? ഒറ്റ അടിയൊന്നും ചെയ്യൂടാ. നീ എന്റെ സാധനം ഒന്നും പറ. കൈയിടാൻ എന്ത് സാധനം ചേട്ടന്റെ പോയത്? അത് പറ. എടാർക്ക് എന്റെ സാധനം ഒന്നും പോയതല്ല. പിന്നെ ആ പൊത്തിന്റെ ഉള്ളിൽ എന്താ സാധനം? എടാ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു 8 അടി മൂർക്കം വന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്. അത് ഈ പൊത്തിലാണോ അതോ മറ്റേ പൊത്തിലാണോ എന്നുള്ള കൺഫ്യൂഷന് നിൽക്കുകയായിരുന്നു ഞാൻ. അതറിയാൻ വേണ്ടിട്ട് അതിനെ കുറിച്ച് ഞാൻ കൈയിടിച്ച് നോക്കി. അറിയാം, പറഞ്ഞു മനസ്സിലായല്ലോ. വേറെ ആരെങ്കിലും വന്നിട്ട് പറയാം ആ പൊത്തി കൈയിടാൻ. അതിനകത്ത് നീ കൈയിടരുത്. മൂർക്കം പാമ്പ് പൊത്തി നീ ചത്തു. മനസ്സിലായോ? ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. നാളെ രാവിലെ ഒന്ന് കാണാൻ പറ. വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ. ഡോക്ടറെ കാണാൻ വെറുതെ വന്നാൽ മതിയോ? നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. ഞാൻ രാവിലെ മറ്റേ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞല്ലേ? ഓക്കെ. തന്റെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് ഞാൻ എന്നെ അറിയില്ലേ? ഇല്ല, എന്തോ ഞാനാണ് പ്രശസ്ത കാതകൻ കുഞ്ഞുകുരി കഞ്ഞപ്പൻ. കുഞ്ഞുകുരി കഞ്ഞപ്പനല്ല, കുഞ്ഞപ്പൻ പറയണ്ടായിരുന്നു. കുഞ്ഞിക്കുരി കഞ്ഞിക്കുരി കുഞ്ഞപ്പൻ. ഇതിന് മാത്രം തല്ലുകൊള്ളാൻ താൻ ഏത് കഥയോട് പറഞ്ഞത്? പറയണ്ട ഡോക്ടറെ. 18 വർഷക്കാലമായിട്ട് പ്രൊഫഷണൽ ട്രൂപ്പുകൾ പ്രൊഫഷണലായിട്ട് ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കും. ശരി. എല്ലാ കഥയും എനിക്ക് മറ്റേ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, പ്രസിഡന്റ് വന്നപ്പോ ഞാൻ ഒരു ദിവസം കാണാൻ പറ്റും. ഇന്നലെ 18 വർഷക്കാലമായിട്ട് ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാതകന്മാരും പറയുന്ന പോലെ അത് അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഇന്നലെ കഥ പറഞ്ഞോണ്ടിരുന്നപ്പോ അത് അങ്ങോട്ട് നോക്കൂ എന്ന് പറയും. നാട്ടുകാർ കംപ്ലീറ്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അതാണ് ഈ പ്രശ്നം. ഇവിടെ എല്ലാ കാതികന്മാരും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നു പറയാറുള്ളതല്ലേ? താനൊന്നും അങ്ങോട്ട് നോക്കുന്നു പറഞ്ഞിട്ട് ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാകാൻ കാര്യം? ഞാൻ ഈ കഥയുടെ സന്ദർഭവശാൽ അത് അങ്ങോട്ട് നോക്കൂന്ന് പറഞ്ഞു. നാട്ടുകാർ കംപ്ലീറ്റ് അങ്ങോട്ട് നോക്കി. ഒരു പെണ്ണുമ്പിള്ള അവിടെ നിന്ന് കൊച്ചിന് മുല കൊടുക്കുമായിരുന്നു. എന്റെ പൊന്നു സാറേ, പിന്നെ നാട്ടുകാർ നോക്കി കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞാക്കി എന്റെ 7 ഒതുക്കുമായിരുന്നുണ്ട്. ആ ഒതുക്ക അല്ല ഡോക്ടറെ. ഡോക്ടർ സത്യം പറയൂ, എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ അപകടനില തരണം ചെയ്തു. അപകടനില തരണം ചെയ്തു? സത്യം, സത്യമായിട്ട്. അയ്യോ, അപകടനില തരണം ചെയ്തല്ലോ. ഇനി പഴയ പോലെ പുള്ളിക്ക് പാത്രം കഴുകാൻ തുണി നനയ്ക്കുകയൊക്കെ ചെയ്യാലോ അല്ലേ ഡോക്ടർ?
ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ആരാടോ ഇവനോട് പോന്നെ? നമ്മളാണ് സുപ്രസിദ്ധ തിരക്കഥാകൃത്തുക്കൾ. ഇവിടെ എന്താണോ പാലളന്ന് കൊടുക്കുന്നുണ്ടാ? നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലമല്ലത്. വിട്ടോ ഷൂട്ടിംഗ് ലൊക്കേഷൻ. നിങ്ങൾ തെങ്കാശി പട്ടണം എന്നിട്ട് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. അതിന്റെ തിരക്കഥ നിങ്ങളാ? നമ്മളല്ല. നിറം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? നിറം അത് കാണാൻ പറ്റില്ല. അതിന്റെ തിരക്കഥ എഴുതിയത് നിങ്ങളാ? അതിന്റെ തിരക്കഥ നമ്മളല്ല. നിങ്ങളാരാടോ? സാർ, നിങ്ങൾ കിസ്മത്ത് ഫൂലെ കാ ടൂട്ടം കി ചാരത്ത് എന്നൊരു ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ടോ? ആ ഹിന്ദി സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ കാണുക? അങ്ങനെ കാണുക? അങ്ങനെ ഒരു പടം ഇല്ലല്ലോ. ഫുൾ പിടൽസ് ഇടുക. നിങ്ങളുടെ പരിപാടി എന്താ? ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ്. നിങ്ങൾ ആവശ്യമില്ല വിട്ടോ. അതുകൊണ്ടല്ലേ സാർ വന്നത്. ഉഗ്രം തിരക്കഥയില്ലേ? തിരക്കഥ. തിരക്കഥ. തിരക്കഥ ഉണ്ടോ? വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. നല്ല വെറൈറ്റി ഉണ്ടല്ലോ. നല്ലൊരു തിരക്കഥ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. നല്ല വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തെരഞ്ഞെടുക്കുള്ളൂ. നല്ലൊരു വെറൈറ്റി ആരെങ്കിലും ഒരാൾ പറയാടാ. ഞാൻ പറയാം. അങ്ങക്കല്ലേ സുന്ദരമായൊരു ഗ്രാമം. അത് വെറൈറ്റി ഉണ്ടല്ലോ. അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അങ്ങകലെ ക്യാമറ വൈഡ്. സുന്ദരമായൊരു ഗ്രാമം. ഓക്കെ. അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അതേടാ കുറെ നേരമായാലും നീ അങ്ങകലെ സുന്ദരമായൊരു ഗ്രാമം. അവിടെ എന്താണ്? ആ ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലിൽ ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശി. വീണ്ടും വെറൈറ്റി. ഒരു കൊച്ചു കുടിൽ. ഒരു ക്ലോസപ്പ് കൊടുക്കാം കുടിലിന്റെ. ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശി. അവരങ്ങനെ സസുഖം കഴിയാണ്. ഇതാ കഥ. ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്തെങ്കിലും ചെയ്യുന്നതായി കാണിക്കണം. അവര് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കണം. ഒരുപാട് സംഭവങ്ങൾ കാണിക്കണം. സംഭവം കാണുന്നുണ്ടല്ലോ. എന്തായാലും പക്ഷെ വാതിലടച്ചുകൊണ്ട് നമ്മൾ ആരും കാണില്ല. എടാ അത് പോരെ. നമ്മളത് ചിത്രീകരിക്കണം. അങ്ങനെയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ അവര് കഴിക്കാണ് പഴവും പുട്ടും. വെറൈറ്റി. പഴവും പുട്ടും. ഒരു 11:30 മണിക്ക് വീണ്ടും കഴിക്കുന്ന പുട്ടും പഴവും. 11:30 മണിക്ക്. ഓക്കെ. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പഴം സൺപിട്സ്. ഇതെന്താ പുട്ടും പഴത്തിന്റെ കച്ചവടം ഉണ്ടോ? എന്താ പോരെ? എടാ ഇതൊന്നും പോരോടോ ഒരു സിനിമക്ക്. നിനക്കറിയാലോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് വെച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ബോംബ് പ്ലാസ്റ്റിക് നിർബന്ധ. ബോംബ് ബ്ലാസ്റ്റിംഗ് ഉണ്ട്. സംഭവം നടക്കുന്നത് കണ്ണൂരാണ്. മുത്തശ്ശനും ഒരു ജോളി ഫാമിലി എന്നുള്ള നിലയില് രാവിലെ തന്നെ ബോംബ് എടുത്ത് തട്ടി കളിക്കുക. നിന്ന് വോളിബോൾ കളിയാ. ഒടുവിൽ ബോംബ് അങ്ങോട്ട് പൊട്ടുക. തിരക്കഥാ സംഭാഷണം അയക്കൂ. എന്തിനു പടകൊട ഇതൊക്കെ പോലെ? എടാ ഇതൊന്നും പോരാ. ഒരു സിനിമ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാന്നറിയില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോ ഒരു കുളിസി നിർബന്ധാടോ. കുളിസീനുണ്ട്. പിന്നെ നിങ്ങൾ അതല്ലേ ആദ്യം കുളിസീനുണ്ട്. ഈ ബോംബ് പൊട്ടിട്ട് മുത്തശ്ശി മരിച്ചു കിടക്കും എന്റെ മോനെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഡ് ബോഡി കുളിപ്പിക്കലേ. അതിന് പൈസ വരും. അതാണ് വരും. മോനെ പൈസ വരും. ഇമാതിരി തിരക്കഥ ഇന്നോട് വേണ്ട. നിങ്ങൾ വിട്ടോ ആവശ്യമില്ലടാ. എന്ത് തിരക്കഥയത്? സാർ ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കും സാർ. അങ്ങനെ നന്നായിട്ട് അഭിനയിക്കും. അഭിനയിക്കും. നിങ്ങൾ മാറ്റി ചവിട്ടിയോ? പിന്നെ എന്റെ ബാബാവിനെ കണ്ടിരാം. പേടിച്ചു പോന്നല്ലടാ. ഒരു കാര്യം ചെയ്യും. നിങ്ങൾ അത്ര വലിയ അഭിനേതാക്കളാണെങ്കിൽ എന്റെ ഒരു പുതിയ തിരക്കഥ റെഡി ആയിട്ടുണ്ട്. ആ തിരക്കഥയിൽ നിങ്ങളെ പോലുള്ള 2 ചെറുപ്പക്കാർ ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ തിരക്കഥ ശരിക്കൊന്ന് വിവരിച്ച് പറഞ്ഞു തരാം. ആ തിരക്കഥക്കനുസരിച്ച് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ സിനിമയിലേക്ക് ഞാൻ സെലക്ട് ചെയ്യും. നമുക്കൊരു കലക്ക് കലക്കണം. ഓക്കെയാണോ? എന്നാ ഞാൻ കഥ പറയട്ടെ. അതായത് എന്തായാലും നിന്നെ തെരഞ്ഞെടുത്തിനില്ല. ആ തെരഞ്ഞെടുത്ത ശേഷം നീ ആക്ഷൻ എടുത്താൽ മതി. മനസ്സിലായല്ലോ? എന്നാ കഥ പറയട്ടെ. അതായത് 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മാതിരി ഇവൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്കും അതെ. ഇവൻ നന്നായി കിട്ടുന്നതാണ് എന്റെ സന്തോഷം. 2 ശരീരമാണെങ്കിലും ഒരാത്മാവാ നമ്മൾ. അതന്നെ. അങ്ങനെ വളരെ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അതിലൊരാൾ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിലേക്ക് പോകുന്നു. ആരെങ്കിലും ഒരാളൊന്ന് തീരുമാനിക്കടാ. ഞാൻ പോയിക്കോളാം സാർ. എനിക്ക് പാസ്പോർട്ടും വിസ ഒക്കെ ഉണ്ട് സാർ. ഞാൻ പോയിക്കോളാം സാർ. ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യ്. നീ ഗൾഫിൽ. അപ്പോൾ ഞാനിവിടെ. നീ ഗൾഫിൽ. ഞാൻ ഗൾഫിൽ. അങ്ങനെ വേണം ഗൾഫിൽ പോവാൻ. ഓൻ എവിടെയാ പോയത്? ഗൾഫിൽ. ഓനാരെങ്കിലും അമ്മാന്റെ പോനാ? ഓന്റെ കള്ള പാസ്പോർട്ട്. ചേട്ടോ നിനക്ക് ഇവിടെ റോളുണ്ട്. നല്ല വെറൈറ്റി റോളുണ്ട്.
റോളുണ്ട്, അടിപൊളി റോളുണ്ട്. ഓനങ്ങെത്തി അവന്റെ പോക്കാണ് അവസാന പോക്കാണ്. അതാ യഥാർത്ഥ ഗൾഫുകാരൻ ഇങ്ങനെ പോണം. അപ്പോ തന്റെ റോള് ഞാൻ വിവരിച്ച് പറഞ്ഞുതരാം. താൻ ഇവിടെ നാട്ടിൽ ഒന്നിനും കൊള്ളാത്തവനായി ഒരു നാട്ടുകാർക്ക് വേണ്ടാത്തവനായി, വീട്ടുകാർക്ക് വേണ്ടാത്തവനായി ഒരു ചെറ്റക്കുടിൽ അങ്ങനെ ജീവിച്ചു. അല്ല, ഒരു സംശയം. ഈ എന്റെ ചെറ്റക്കുടിലിന്റെ ഓഫീസ് റൂം ബാർപ്പായി കൊടുക്കും. സ്റ്റെപ്പെങ്കിലും പാർത്തോട് കേട്ടോ, കഥയിൽ അങ്ങനെയൊന്നും പറ്റില്ല. കൊന്നോ? അപ്പൊ താൻ ഇവിടെ നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ആകെ പ്രശ്നമായി ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം നീ ശ്രദ്ധിക്കേ. അപ്പോ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ഒരു വലിയ മാളിക വീട്ടിൽ അതാ ഒരു പുതിയ താമസക്കാർ താമസത്തിന് അപ്പോൾ സാർ ഞാൻ എവിടെ? നീ ഗൾഫിൽ. ഞാൻ ഗൾഫിൽ. അങ്ങനെ എന്നും മുറ്റമടിക്കണതാ ഒരു മധുര 17കാരി മുറ്റത്തേക്ക് ഇറങ്ങുകയായി. നിങ്ങൾ അവളെ കാണുന്നു, അവൾ നിങ്ങളെ കാണുന്നു, കണ്ണുകൾ പരസ്പരം കോർക്കുന്നു. ഞാൻ ഗൾഫ് പോകുന്നില്ല കേട്ടാ. എന്തിനാ വെറുതെ ഗൾഫ് പോകുന്നത്? ദേശായി വേണ്ടിയാ ഞാൻ വെറുതെ അങ്ങ് പോയിട്ട് കഷ്ടപ്പെടുന്നു. അതെ, നിങ്ങൾ പരസ്പരം പ്രണയബദ്ധത്തിലാകുന്നു. ആയിക്കോട്ടെ. നിങ്ങൾ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, ഊട്ടിക്ക് പോകുന്നു, കൊടൈക്കനാലിൽ പോകുന്നു, കടലൊക്കെ കുറിക്കുന്നു. ഞാനിങ്ങ് പോരുന്നു. എന്നെ അറബി പറഞ്ഞു വിട്ടു അവിടുന്ന്. അറബി പറഞ്ഞു നിന്റെ പണി ശരിയല്ലേ, വേഗം നാട്ടിലേക്ക് വിട്ടു. അടുത്ത പണിക്ക് കയറി ഇങ്ങോട്ട് വിട്ട്. ചേട്ടാ നീ ഗൾഫിൽ. അറബിക്ക് എന്നെ ഇഷ്ടമില്ല, ഇപ്പൊ ഞാൻ അങ്ങനെ അവിടെ നിൽക്കും. ഗൾഫിൽ ഞാൻ നാട്ടിൽ. നീ നാട്ടിൽ. ഞാൻ പോയില്ല. ഞാൻ ഗൾഫ് പോയില്ല. ഇവിടെ റോള് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെ? നീ ഗൾഫിൽ. ഞാൻ ഗൾഫിൽ. അങ്ങനെ കാലങ്ങൾ കുറച്ചു കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ താൻ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിയാണ്. താൻ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന പെൺകുട്ടി 8 മാസം ഗർഭിണിയാണ്. അപ്പോൾ സാർ ഞാൻ എവിടെ? നീ ഗൾഫിൽ തന്നെ. ഞാൻ ഗൾഫിൽ. അല്ല, ഞാൻ ഗൾഫ് പോയാലോ? അതെങ്ങനെയാണോ? അല്ല, വെറുതെ നാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ മൂടോട്ടുണ്ടല്ലോ. എടാ പറ്റൂല, തന്റെ റോള് കംപ്ലീറ്റ് ഇവിടെയല്ലേ. എന്ത് കാര്യ ഇത്? അങ്ങനെ നാട്ടിൽ പ്രശ്നമായി, വീട്ടിൽ പ്രശ്നമായി, നാട്ടുകാർക്ക് വെറുപ്പായി, വീട്ടുകാർക്ക് വെറുപ്പായി, ആകെ പ്രശ്നരൂക്ഷിതമായി. ഈ കാലാവസ്ഥയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഗൾഫിൽ നിന്നും നീ കത്തയച്ച് നാട്ടിലേക്ക് വരുത്തുന്നു. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല. അവിടെ ഫുൾ തിരക്ക്. അറബി വിടണ്ടേ? ഞാൻ പോട്ടെ. അറബി വിടണ്ടേ? നീ നാട്ടിലേക്ക് വരണം. എനിക്ക് വരാൻ പറ്റില്ല. നീ പോവില്ല. നീ എനിക്കിവിടെ ആ റോള്. നീ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും നാട്ടിലെത്തി. എത്തി. അല്ല, അതിന് ശേഷം എനിക്ക് പോയിക്കൂടാ. ചേട്ടാ നിനക്ക് പോകാൻ നിന്റെ റോൾ ഇവിടെ കംപ്ലീറ്റ് ഇവിടെ അല്ലേ. ഇവിടെ എത്തിയപ്പോഴാണ് നീ ഒരു നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. അതായത് ഇയാൾ പ്രേമിച്ചുകൊണ്ട് ഗർഭിണിയാക്കിയത് മറ്റാരെയുമല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ഭാര്യയാണ്. എന്തൊരു അഭിനയാടാ ഇത്. ഇത്ര വലിയൊരു മുഹൂർത്തം ഞാനിങ്ങനെ വിവരിച്ച് പറഞ്ഞിട്ട് നിങ്ങനാടോ അഭിനയിച്ച് കാണിക്കുക. നിങ്ങൾ എന്താ അഭിനേതാക്കളാടോ? നീങ്ങുവാ, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. നീ ഇങ്ങോട്ട് വാ, ഞാൻ നീങ്ങുവാ. അതായത് ഉദാഹരണത്തിന് നിന്റെ ഭാര്യ, ഞാൻ നിന്റെ സുഹൃത്താണെന്ന് വെക്കും. നിന്റെ ഭാര്യയെ ഞാനിങ്ങനെ പ്രേമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാലം കൊണ്ട് നടന്നിട്ട് അവൾ 8 മാസം ഗർഭിണിയാണെന്ന് നീ തിരിച്ചറിയുന്നു. അങ്ങനെ അറിയുമ്പോഴുണ്ടാ നിന്റെ ഒരു ഭാവപ്രകടനം, നിന്റെ ഒരു വികാര വിക്ഷോഭം. അതാണ് എനിക്ക് വേണ്ടത്. എന്റെ പൊന്നു ചങ്ങാതി, 10 കൊല്ലം ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ എന്നെ കൊണ്ട് കഴിച്ചിട്ടില്ല. കൺഗ്രാറ്റുലേഷൻ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാവരും ഇന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് മാഷ് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒരു മനക്കണക്കാണ്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ മനക്കണക്കോട്ട് സാറ്. എന്താടാ പറഞ്ഞ? മിണ്ടരുത്. ഞാൻ പറയണ കണക്ക് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ആരും ബുക്കിലൊന്നും എഴുതണ്ട. മനക്കണക്ക്. ബുക്കും പുസ്തകമൊക്കെ അടച്ചു നോക്കി ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ പതിവ് പോലെ ഇന്നലെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ കുളി, പല്ല് തേപ്പ്, ഡ്രസ്സ് ചെയ്യൽ എല്ലാം കൂടി ആയപ്പോഴത്തേനും ഒരു 6:15. അവിടുന്ന് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്നത് ഞാൻ മാർക്കറ്റിലാണ്. അപ്പം സമയം 6:30. മാർക്കറ്റിൽ ഞാൻ വെണ്ടക്ക, തക്കാളി, പാവക്ക, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 43 രൂപ 50 പൈസയായി. അപ്പം സമയം ഏതാണ്ട് ഒരു 6:45. അവിടുന്ന് ഞാൻ സൈക്കിളിൽ നേരെ പലചരക്കടയിൽ പോയി. അവിടുന്ന് 1 കിലോ പഞ്ചസാര, 100 ചായപ്പൊടിയും 1 പാക്കറ്റ് മുളക് പൊടി മേടിച്ചപ്പോൾ 38 രൂപ 50 പൈസ. അപ്പം സമയം ഏതാണ്ട് ഒരു 7-7:30 മണിയായി കാണും. അവിടുന്ന് തിരിച്ച് ഞാൻ സൈക്കിളിൽ വന്ന വഴിക്ക് നിർത്തിയിട്ട് സൈക്കിൾ ഷോപ്പിൽ കയറി എൻ്റെ സൈക്കിളിന് 1 രൂപ കൊടുത്ത് കാറ്റടിച്ചു. അപ്പം സമയം 8 മണി. അവിടുന്ന് തിരിച്ച് നേരെ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ സമയം 8:30. അങ്ങനെയാണെങ്കിൽ
എന്റെ വയസ്സ് എത്ര? വയസ്സ് എത്രയാണ്? ആ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ വയസ്സ്? എന്റെ വയസ്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയാം. പറഞ്ഞ കേക്കട്ടെ, എത്രയാണ് എന്റെ വയസ്സ്? 24 24 48. എടാ മിടുക്ക, എന്നാലും നിനക്ക് എന്റെ വയസ്സ് എങ്ങനെയാടാ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത്? 24 24 48 ആണോ? അതെ. അപ്പൊ സാറിന്റെ വയസ്സ് 48. എടാ എന്നാലും എന്റെ വയസ്സ് ഇത്ര കൃത്യമായിട്ട് നീ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അതെ, എന്റെ വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട്. പുള്ളിക്ക് 24 വയസ്സാവുള്ളൂ. നിന്റെ ചേട്ടന് 24 വയസ്സായിക്കോട്ടെ, പക്ഷെ എന്റെ വയസ്സ് നീ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു? ഈ 24 വയസ്സുള്ള ചേട്ടനെ അരവട്ട പുള്ളിയെ ചങ്ങലക്കിട്ടിരിക്കുക. സാറിന് മുഴുവട്ടല്ലേ? അതെ. അപ്പൊ 24 24 48. അപ്പൊ സാറിന്റെ വയസ്സ് 48.